വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കോണ്ടസ്റ്റൻസിനെ ഒരുമിച്ച് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പം ഇതിൽ ഫസ്റ്റ് പറഞ്ഞത് ജിൻഡോ ജാസ്മിൻ. ഇന്നലത്തെ എപ്പിസോഡ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. മടുപ്പായി പോയിടോ, കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ ജിൻഡോയും ജാസ്മിനും കൂടി ഒരു വഴക്കുണ്ടാവുന്നുണ്ട് അല്ലേ. അതിൽ കുറേ നമ്മൾ ജാസ്മിനെ പറ്റി പറയുന്നുണ്ട്, വൃത്തിയില്ല, അതില്ല, ഇതില്ല. ഓക്കെ, ആൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. എനിവേ, ഈ പറയുന്ന കാര്യത്തിൽ ജിൻഡോയുടെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ അക്കോർഡിംഗ് ടു മീ കേട്ടോ, എൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച്. കാരണം നമ്മളൊരു സ്ഥലത്ത് ഒരു പണി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് വന്ന് ഇപ്പോൾ 56 ആൾക്ക് വന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി അരിയാണ്, ഒരു വെജിറ്റബിൾ അരിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എടുക്കാൻ 2-3 ആൾക്ക്. അപ്പോൾ അതൊന്നും നടപടിയാവുന്ന കേസല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളത് നമ്മൾ ഇത്ര വയസ്സായില്ലേ, 23 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു വയസ്സാണ്. ഓക്കെ, ചെറിയ പിള്ളേർ വരെ ചെയ്യുന്നു. അപ്പം അതൊക്കെ നമ്മൾ ചെറിയ ഇതായിരിക്കുമ്പോൾ പഠിക്കുന്ന ശീലങ്ങളാണല്ലോ ചിലതൊക്കെ. പിന്നെ എല്ലാ ശീലങ്ങളല്ല, ചിലതൊക്കെ നമ്മൾ വലുതാകുമ്പോൾ തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത് ജാസ്മിൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് കാർപ്പറ്റാണ്, നമ്മൾ വീട്ടിലെ പോലെ ടൈലൊന്നല്ല. ഈ വെണ്ടയ്ക്കയുടെ അരി എന്നൊക്കെ പറഞ്ഞാൽ അത് അടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതിനനുസരിച്ച് അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ഈ പാത്രത്തിൻ്റെ അടപ്പ് കമത്തി വെച്ചു എന്നുള്ളത്. അത് നമ്മൾ വീട്ടിൽ പറയാറുള്ള കാര്യമാണ്. ഇപ്പം ക്ലീൻഡ് ആയതുകൊണ്ട് അത് കുഴപ്പമില്ല. പക്ഷെ ക്ലീൻ അല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ കറിയുടെ മുകളിൽ വയ്ക്കുന്ന അടപ്പെടുത്ത് അങ്ങനെ തന്നെ വയ്ക്കുന്നത്, അതൊക്കെ ഒരു വൃത്തിയില്ലാത്തതിൻ്റെ ലക്ഷണം തന്നെയാണ്. എല്ലാത്തിനും കുറ്റപ്പെടുത്തല്ല ജാസ്മിനെ, പക്ഷെ ചെയ്തത് തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് പറയും. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് ജിൻഡോ ചെയ്തതും തെറ്റാണ്. ചൂല് കൊണ്ടുവച്ചു അന്ന് കുറേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതും തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ആര് ചെയ്താലും, ജാസ്മിനല്ല, നാളെ ഇപ്പോൾ അവിടെയുള്ള ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. അപ്പോൾ അന്ന് ജിൻഡോ ചെയ്തതും തെറ്റാണ്. ജിൻഡോ ഇന്ന് ചൂണ്ടിക്കാണിച്ചു ജാസ്മിൻ്റെ തെറ്റ്, അതും തെറ്റ് തന്നെയാണ്. അത് റസ്മിൻ പറഞ്ഞല്ലോ. പിന്നെയുള്ളൊരു വിഷയം, അപ്പോൾ നമ്മൾ ഈ ചപ്പാത്തി പരത്തുന്നത് ടേബിൾ ടോപ്പിൽ ഇട്ടിട്ടല്ലേന്ന്, അല്ലെങ്കിൽ പാദ്യമ്പുറത്തൊക്കെ ഞങ്ങളിവിടെ പറയാട്ടോ, അവിടെ ഇട്ടിട്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആണ്. പക്ഷെ അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചപ്പാത്തി പലകയിലാണ്, അല്ലാത്തവരും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലായാലും മേ ബി എൻ്റെ വീട്ടിലും ചിലപ്പോൾ ചില സമയത്ത് അതൊന്നും കാണാണ്ട് പോകും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മളും ക്ലീൻ ചെയ്തിട്ട് പാദ്യമ്പുറത്തിട്ട് നമ്മൾ പരത്താറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ഒരു ന്യായീകരണമല്ല. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ.